ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. ഞാൻ രാവിലെ 6 മണിയായപ്പോൾ വന്നപ്പോഴത്തേന് ആന ഒരെണ്ണം അങ്ങ് പോയി. ഇതും ക്രോസ് ചെയ്ത് പോയി. ഞാൻ വിചാരിച്ച് കിട്ടത്തില്ല. ഞാൻ മറ്റേനെ നോക്കിയിരിക്കുമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അവസാനം ഞാനൊരു 3/4 മണിക്കൂറിന് ശേഷം ഈ ആനയും പോയെന്നുള്ള പ്രതീക്ഷ വന്നത്. അത് ഈ ആന വേറൊരു ആനയെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്പോട്ടിൽ കണ്ടില്ല. പിന്നെ ഞാൻ ഈ വെള്ളത്തിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് വന്ന് നോക്കിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു കാണത്തില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ആന അവിടെ നിൽക്കുന്നിട്ട് വലിയ ആന. ഭയങ്കര സന്തോഷം. കാരണം 3/4 മണിക്കൂർ കഴിഞ്ഞ് അന്ന് പോയെന്ന് വിചാരിച്ചു. ഞാൻ ഇറങ്ങി വരുന്നുള്ളത് വിചാരിച്ചു. പക്ഷെ വന്നപ്പോൾ ആനയെ കണ്ടു. ആന എന്തായാലും ക്രോസ് ചെയ്യുന്ന ആ വീഡിയോസ് കിട്ടി. പിന്നെ അവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. ആ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പിക്ക് ഇങ്ങനെ ചീറ്റുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ അറിയാം ആന ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ചേട്ടൻ സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കും. അപ്പോൾ ആന കാണുന്നൊന്നുമില്ല. പിന്നെ കാര്യം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ആന വെള്ളത്തിനടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. പിന്നെ അതൊക്കെ എടുത്തു. അപ്പോൾ ആശാൻ അവിടെ നിന്ന് കുളിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാമെന്ന് എനിക്ക് ഇന്ന് ആ ചേട്ടൻ പറഞ്ഞു കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നു. അവിടെ നിന്ന് പടലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഭയങ്കര ഡീപ്പായിരിക്കും. ഇവിടെ ഭയങ്കര ഡീപ്പാണ്. ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ തീർന്നു, കിട്ടത്തേ ഇല്ല. അവിടെ ഡീപ്പായിട്ടുള്ള വെള്ളമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ അവിടെ കയറിയിരിക്കുമായിരുന്നു. ആശാന്മാർ നേരത്തെ ഇതുവഴിയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. ഇതായിരുന്നു അവന്മാരുടെ പഴയ ആനത്താരം. ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നിരിക്കും. ഇവിടെ എല്ലാം ആന ചവിട്ടിയ പാടാണ് കേട്ടോ. ഇവിടെ എല്ലാം കുഴിയാണ്. ഞാൻ പിന്നെ കാണിച്ചുതരാം. ഇതിന് ശേഷം കണ്ടു ആന ചവിട്ടി വെക്കുന്ന കുഴി കണ്ടോ. ഇതുണ്ടോ ആന നേരത്തെ ചവിട്ടി പാടാ. ആന ഇതുവഴിയായിരുന്നു നേരത്തെ കയറിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ എല്ലാം ഇതെല്ലാം ആന ചവിട്ടി കുഴിയാണ്. അപ്പോൾ ആന നേരത്തെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനത്താരയിലാണ്. ആനത്താര എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയിലോട്ട് കയറുന്ന ആനത്താരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഷോട്ട്. നേരത്തെ ഞാൻ ഒരു ഹൈ ലെവൽ ഷോട്ട് എടുക്കാനുള്ളൊരു പ്ലേസ് നോക്കിയിരിക്കുമായിരുന്നു. അവസാനം ആ പ്ലേസ് ഞാൻ കണ്ടുപിടിച്ചു. ആന ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന നല്ല ഹൈ ലെവൽ ഷോട്ടുകളും എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചുമ്മാ അങ്ങോട്ട് നോക്കി കേട്ടോ. അങ്ങോട്ട് നോക്കിയപ്പോൾ മറ്റവൻ ഇറങ്ങി വരുന്നു. വാവ്. പിന്നെ അവൻ്റെ എടുത്ത് ഇങ്ങനെ വെള്ളം ക്രോസ് ചെയ്യുന്നത് അതും എടുത്ത് കുറച്ച് പടങ്ങളും എടുത്തു. പിന്നെ രണ്ടും കൂടി ഇപ്പം മരത്തിൻ്റെ പുറകെ രണ്ടുപേരും കൂടി ഇപ്പോൾ കുളിയാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങി വരട്ടെ. ഇന്ന് കുറച്ച് നല്ല കിട്ടില്ല ഫോട്ടോസ് എടുക്കണം, ഹൈ ലെവൽ ഫോട്ടോസ് വീഡിയോസ് എടുക്കണം. അപ്പോൾ ശരി, ആശാന്മാർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇരിക്കുന്ന സ്പോട്ട്. എൻ്റെ ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. ആശാന്മാരുണ്ട് കൂടെ അതുകൊണ്ട് വെള്ളത്തിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ട്രൈപോഡൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വെച്ചാൽ എടുക്കുന്നത്. നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കണ്ടോ. ആശാന്മാർ രണ്ടും കൂടെ അവിടെ കിടപ്പുണ്ട്. ദൂണ്ട വെള്ളത്തിൽ കിടപ്പുണ്ട്. കാണിച്ചു തരാൻ കേട്ടോ. ദൂണ്ട കിടക്കുന്നുണ്ടോ. ആന കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആശാനോട് ഇറങ്ങി വരും. ദൂണ്ട കണ്ടോ ആന കിടക്കുന്നുണ്ടോ. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. വാവ്. കൊണ്ട് കിടന്ന് കുളിക്കുക കേട്ടോ രണ്ടുപേരോട്. അവരുടെ കുളിമുറി കേട്ടോ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഇക്കരക്കരയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത്രയും ദൂരം നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഉണ്ടോ ഞാൻ ഇരിക്കുന്ന പ്ലേസ് കണ്ടോ. ഉള്ളു കാടാ. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിൽ കൂടെ ഒരു പാമ്പ് അടിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്ന്. ഈ കാടിനകത്തൊക്കെ പാമ്പ് കയറി വരുന്നത് അത് നമ്മൾ നോക്കത്തൊന്നുമില്ല. നമുക്കൊരു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൈസാണെന്ന് തന്നെ പറയാം. നമ്മളന്നേരം നമ്മുടെ ചുറ്റുവട്ടത്ത് പാമ്പുണ്ടോ വലുതാരയുണ്ടോ ഒന്നും, ഇവിടെ പാട്ടയുണ്ട്, ഉറുമ്പൊക്കെ തന്നെ ചാറപ്പറ കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. കണ്ട ആശാന്മാർ അപ്പുറത്ത് വരും. ഓക്കെ എടുക്കട്ടെ. തുറക്കണ്ട കേട്ടോ. അപ്പുറത്ത് വന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടെ അപ്പുറത്ത് വന്നു. കണ്ടോ കാണിച്ചാലേ ചെറുതുകൊണ്ടാണ് വെള്ളത്തിന് അങ്ങേപ്പുറത്ത് വന്നതുകൊണ്ട്. അതുകൊണ്ട് അയ്യോ. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കട്ടെ, അല്ല മിസ്സാവും. അതൊക്കെ ഞാൻ ഉറുമ്പ് കടിക്കുന്നൊക്കെ പറഞ്ഞ കള്ളമാണ്. നിങ്ങൾ എൻ്റെ കാലയിലോട്ട് നോക്കാം. ഇത് കണ്ടോ, ഉറുമ്പിൻ്റെ അകത്തായിരിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ ചെരുപ്പ് മൊത്തം ഉറുമ്പ്, എൻ്റെ കാല് നിറച്ച് ഉറുമ്പ് കേട്ടോ. ഇതിനകത്തൂടെ ഹോളിനകത്തൂടെ കയറി കടിയോടെ കടിക്കും. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുഴു കടിക്കാതിരുന്നാൽ മതി. പുഴു കടിച്ചൊന്നും പറയണ്ട. അലർജിയും വേണ്ടോ. പുഴു കടിച്ച് എൻ്റെ കാലിൽ അവിടെ തന്നെ ഇത് കണ്ടോ, അലർജി ആയിരുന്നു കംപ്ലീറ്റ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ചൊറിഞ്ഞ് പൊട്ടി ഒന്നും പറയണ്ട. ഇതുപോലെ ഫോട്ടോ എടുക്കുന്ന ഓരോരോ കഷ്ടപ്പാടുകൾ. അജന്മാർ കുളിമുറി കുളിക്കുക കേട്ടോ. പുറയില്ല. വരട്ടെ. കമോൺ.